തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ. പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ സാത്താന്റെ വാസം സ്വർഗത്തിലാണെന്നും അവിടെ നിന്നുകൊണ്ടാണ് ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവത്തിന്റെ ജനത്തെ കുറ്റം പറയുന്നതെന്നും പെട്ടെന്ന് ചിന്തിച്ചു പോകും. ദൈവസന്നിധിയിൽ എപ്പോഴും സാത്താൻ ദൈവത്തിന്റെ ജനത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ശരിയാണ്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാനുണ്ട് എന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നതിനാൽ ദൈവമക്കൾ കൂടി വരുന്നത് ദൈവസന്നിധിയാണ്. സാത്താൻ നമ്മെ കുറ്റം പറയുവാൻ ഉള്ള അവകാശം ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. സാത്താൻ സ്വർഗത്തിൽ കയറിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഇതുവരെയും സാത്താൻ സ്വർഗത്തിൽ കയറിയിട്ടില്ല, ഇനിയും ഒരിക്കലും കയറുകയുമില്ല. തെളിവുകൾ പരിശോധിക്കാം. യെശയ്യാപ്രവചനം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താട്ടിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്കു മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവിടെ പറയുന്ന ആകാശം സ്വർഗമല്ല, ആകാശമണ്ഡലമാണ് എന്നുള്ളതിന് അടുത്ത വാക്യം തന്നെ തെളിവ് തരുന്നു. ലൂസിഫർ പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ സ്വർഗത്തിൽ കയറും. അതിന്റെ അർത്ഥം അവൻ സ്വർഗത്തിലല്ല എന്ന് സ്പഷ്ടമാണ്. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? വെളിപ്പാട് പുസ്തകം 12:7 മീഖായേലും അവന്റെ ദൂതന്മാരും സാത്താനും അവന്റെ ദൂതന്മാരുമായി യുദ്ധമുണ്ടായപ്പോഴാണ് സാത്താൻ വെട്ടേറ്റ് നിലത്ത് വീണത്. ലൂസിഫർ ഹൃദയത്തിൽ പറഞ്ഞത് നോക്കാം. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യനോട് സമനാകും. ആകാശവും സ്വർഗമായി പരിഗണിക്കുന്നത് കൊണ്ടാണ് സാത്താൻ സ്വർഗത്തിലാണെന്നുള്ള ചിന്ത വരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്വർഗത്തെപ്പറ്റി മനോഹരമായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ആകാശമണ്ഡലത്തിന് ടോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിങ്ങനെ 4 തട്ടുകൾ ഉള്ളതുപോലെ ആകാശമണ്ഡലത്തിന് മുകളിൽ അഥവാ ആകാശവിധാനത്തിന് മുകളിൽ പല തട്ടുകളുണ്ട്. ആകാശത്തിന് തൊട്ട് മുകളിലുള്ള തട്ട് വെള്ളമാണ്. വെള്ളത്തിന് മുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് 3-ാം സ്വർഗമായ പർദീസ. മരിച്ച വിശുദ്ധന്മാർ ഈ പർദീസയിലേക്കാണ് പോകുന്നത്. അതിന് മുകളിൽ ദൈവത്തിന്റെ ദൂതന്മാർ. പർദീസയ്ക്ക് മുകളിലാണ് ദൈവത്തിന്റെ ദൂതന്മാർ. അതുകൊണ്ടാണ് ദൂതന്മാരെക്കാൾ അല്പം താഴ്ച എന്നവനായ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു മരിച്ച ഉടനെ ഈ പർദീസയിലേക്കാണ് പോയത്. ദൈവത്തിന്റെ ദൂതന്മാർക്ക് മുകളിലായി 4 ജീവികൾ, അതിന് മുകളിൽ 24 സിംഹാസനം, സിംഹാസനത്തിന് മുകളിലായി പച്ചവില്ല്, അതിന് മുകളിൽ കണ്ണാടിക്കടൽ, കണ്ണാടിക്കടലിന് മുകളിലായി ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ, അതിന് മുകളിൽ ദൈവത്തിന്റെ സിംഹാസനം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാസസ്ഥലങ്ങൾക്കെല്ലാം നമ്പറിട്ട് 1-ാം സ്വർഗമെന്നോ 2-ാം സ്വർഗമെന്നോ പറയുവാൻ നമുക്ക് വചനപ്രകാരം സാധിക്കുകയില്ലല്ലോ. ആകാശത്തിന് മുകളിലുള്ള വെള്ളം, വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, അതിന് മുകളിൽ ദൈവത്തിന്റെ ദൂതന്മാർ, ഇവ നമുക്ക് അല്പമായി വേദപുസ്തകത്തിൽ നിന്നും പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു.
ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആകാശവിതാനം മുതൽ ഭൂമിയുടെ അഗാധം വരെയുള്ള ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ഇവിടെയാണ് സാത്താന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. 6, 7, 8 വാക്യങ്ങൾ. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. ദൈവം വെള്ളത്തെ വേർപിരിച്ചപ്പോൾ ആകാശത്തിനു മുകളിലുള്ള വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. എന്തുകൊണ്ടാണ് വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ നിയോഗമില്ലാതെ ആർക്കും പർദീസയിലേക്ക് പ്രവേശിപ്പാൻ കഴിയുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വളരെ മർമ്മപ്രധാനമായ സംഭവമാണ് ഇവിടെ നാം കാണുന്നത്. ആ കാലത്ത് യേശു ഗലീലയിലെ നസറേത്തിൽ നിന്ന് വന്നു യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശുക്രിസ്തു സ്നാനമേറ്റ ഉടനെ ആകാശം പിളരുന്നു എന്ന് പറഞ്ഞാൽ ആകാശത്തിന് മുകളിലുള്ള വെള്ളം പിളരുന്നു. വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവ് പ്രാവ് പോലെ യേശുവിന്റെ മേൽ വരുന്നത് യോഹന്നാൻ സ്നാപകൻ കണ്ടു. സ്നാനപ്പെടുന്ന ജലാശയത്തിൽ എത്രമാത്രം വെള്ളം പിളരുമോ അതുപോലെ ആകാശത്തിന് മീതെയുള്ള അത്രയും വെള്ളവും പിളരുകയാണ്. ആകാശത്ത് അത്രയും ഭാഗത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സാത്താന്റെ ദൂതനും പരാജയപ്പെട്ട് ആ സ്ഥാനത്തു നിന്ന് നിലംപരിചയാകുകയും സ്നാനപ്പെടുന്ന വ്യക്തിക്ക് സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്ന് എന്നേക്കുമായിട്ടുള്ള ദൈവത്തിന്റെ നീതി നടപ്പാക്കുകയും ചെയ്യുന്നു. 104-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം നോക്കാം. അവൻ തന്റെ മാളികകളുള്ള തുലാങ്ങളെ വെള്ളത്തിന്മീതെ നിരത്തുന്നു. ആകാശത്തിന് മുകളിലുള്ള വെള്ളം പിളരുന്നതിനാൽ ദൈവം തന്റെ മാളികയിലേക്ക് തന്റെ ജനത്തെ ജലസ്നാനത്താൽ നിയമിച്ചാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവമക്കൾ സാത്താനോട് പോരാടുന്നത്. ഇത് അറിയാവുന്ന സാത്താൻ ജീവന്റെ പർദീസയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കാതിരിക്കാൻ വളരെയധികം പ്രയത്നിക്കുകയാണ്. യേശുവിൽ വിശ്വസിച്ചാലും സാത്താന് വിഷയമല്ല. കർത്താവായ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുവാൻ സമ്മതിക്കാത്തതിന്റെ കാരണം യേശു സ്നാനമേറ്റപ്പോൾ സംഭവിച്ചതുപോലെ ഇന്നും ആകാശം പിളരുകയും പരിശുദ്ധാത്മാവ് സ്നാനപ്പെടുന്ന വ്യക്തിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. സ്നാനപ്പെടുന്ന വ്യക്തിക്കോ സ്നാനപ്പെടുത്തുന്ന ദൈവദാസനോ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ ദൃശ്യം കാണാൻ പറ്റുന്നില്ലെന്ന് മാത്രം. ഈ മർമ്മം മനസ്സിലായാൽ എത്ര എതിർപ്പുകൾ ഉണ്ടായാലും ഒരു ദൈവപൈതൽ സ്വർഗത്തിലേക്കുള്ള സീറ്റ് റിസർവ് ചെയ്യും.
കാരണം ഇതുവഴിയാണ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഇതൊരു ആത്മീയ യുദ്ധം ആണ്. മീഖായേലും അവന്റെ ദൂതന്മാരും സാത്താനും അവന്റെ ദൂതന്മാരും തമ്മിൽ പടവെട്ടി സാത്താനെയും അവന്റെ ദൂതന്മാരെയും തോൽപ്പിക്കുന്നത് പോലെയുള്ള യുദ്ധമാണ് ഇവിടെയും നടക്കുന്ന ആത്മീയ യുദ്ധം. ഈ ആത്മീയ യുദ്ധത്തിൽ ജയിക്കുമ്പോഴാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗം വിളംബരം ചെയ്യുന്നത്. ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സാത്താനും സ്വർഗത്തിൽ കയറണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഹൃദയത്തിൽ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ കയറും എന്നത്. സാത്താന് പോലും ഭയമാണ് പാതാളത്തിൽ അഥവാ നരകത്തിൽ പോവുക എന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗലീലയ്ക്ക് നേരെയുള്ള ഗെരസന്യ ദേശത്ത് അണഞ്ഞു. അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിലത്രേ ആയിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു, അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങും ഇട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. യേശു അവനോട്, നിന്റെ പേർ എന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. ഈ വാക്യങ്ങൾ സാത്താന്റെ ദൂതന്മാർ യേശുവിനോട് അപേക്ഷിക്കാണ് പാതാളത്തിൽ പോകുവാൻ സമ്മതിക്കരുത് എന്ന് വിലപിക്കുമ്പോൾ, ഇവിടെ ഒരു കൂട്ടർ നരകത്തിൽ പൊയ്ക്കൊള്ളാമേ എന്ന് അട്ടഹസിക്കുകയാണ്. ഈ ലോക മോഹങ്ങൾ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ കൽപ്പന പ്രകാരം കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ മനസ്സില്ലാത്തതുകൊണ്ടും ദൈവം കൊടുക്കുന്ന അവസരങ്ങൾ പാഴാക്കി കളയുന്നതുകൊണ്ടും നരകത്തെ പറ്റിയുള്ള കാഠിന്യം മനസ്സിലാകാത്തതും കൊണ്ടും ആണ് ഈ അട്ടഹാസം. സ്വർഗത്തെ പറ്റിയുള്ള സാത്താന്റെ ജ്ഞാനം വളരെ വലുതാണ്. ആകാശത്തിനു മുകളിലുള്ള വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 3-ാം സ്വർഗമായ പർദീസയിൽ കയറുമെന്നാണ് ലൂസിഫർ പറയുന്നത്. തന്നെയുമല്ല, പർദീസയിൽ കയറി ദൈവത്തിന്റെ ദൂതന്മാരുടെ മീതെ സാത്താന്റെ സിംഹാസനം വയ്ക്കുമെന്നും ഉത്തരദിക്കിന്റെ അതിർത്തിയായ സമാഗമ പർവ്വതത്തിൽ അഥവാ വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും എന്നു പറയപ്പെടുന്ന പുതിയ യെരുശലേമിൽ അത്യുന്നതനോട് സമനായി ഇരുന്നരുളും എന്ന് ഹൃദയത്തിൽ പറഞ്ഞ സാത്താൻ നിത്യനരകത്തിലേക്ക് വീഴുന്ന കാഴ്ചയാണ് വേദവസ്തം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ ദൂതന്മാർക്ക് മീതെ വയ്ക്കുമെന്ന് പറഞ്ഞ ലൂസിഫർ സ്വയം സമ്മതിക്കുന്നു സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന്. സാത്താന്റെ സിംഹാസനം ഇപ്പോൾ എവിടെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക, മൂർച്ചയേറിയ ഇരുവായ് തലവാൾ ഉള്ളവൻ അരുളിച്ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾ പ്രകാരം സാത്താന്റെ സിംഹാസനം പെർഗമോസിൽ ആണെന്നും അത് ഇപ്പോഴത്തെ തുർക്കിയാണെന്നും മനസ്സിലാക്കാവുന്നതാണ്. ഈ സിംഹാസനം സാത്താൻ മൃഗത്തിന് കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 10-ാം വാക്യം, അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അപ്പോൾ സിംഹാസനം എന്ന് പറയുന്നത് സാത്താന്റെ സിംഹാസനം മൃഗത്തിന് കൈമാറുന്നതും ആ രാജ്യം ഇരുണ്ടുപോകുന്നതുമായി നാം വേദവസ്തുവിൽ നിന്നും മനസ്സിലാക്കി. ഇത്രയും തെളിവുകൾ വിശുദ്ധ വേദവസ്തം നമുക്ക് തരുന്നതിനാൽ മഹാസർപ്പമായ പഴയ പാമ്പായ സാത്താൻ സ്വർഗത്തിൽ കയറിയിട്ടില്ല,
ഇനിയും ഒരിക്കലും കയറുകയുമില്ലെന്നുള്ള അത് സ്പഷ്ടമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഈ യുദ്ധം ആകാശത്ത് നടക്കുന്നതാകിയാൽ സാത്താന്റെ വായുസേനയുടെ യുദ്ധമായി കണക്കൂട്ടിയാൽ മതി. സാത്താന്റെ വായുസേനയും കടൽ സേനയും കരസേനയും ഒത്തുചേർന്നുള്ള പരസ്യമായ യുദ്ധം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലാണ് തുടങ്ങുന്നത്. സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന മൃഗം കടൽസേന, ഭൂമിയിൽ നിന്നും കയറി വരുന്ന മൃഗം കരസേന, ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞതായ മഹാസർപ്പമായ സാത്താനും ഒരുമിച്ച് ഈ ലോകത്തിൽ പോരാടുന്ന യുദ്ധമാണ് നടക്കുവാൻ പോകുന്നത്. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ കർത്താവിന്റെ മണവാട്ടി സഭയും ഇതുപോലെയുള്ള യുദ്ധം അഭിമുഖീകരിച്ചവരും ഇന്നും അഭിമുഖീകരിക്കുന്നവരും ആണ്. പുതിയ നിയമ വിശ്വാസികൾ എങ്ങനെ സാത്താനെ തോൽപ്പിച്ച് വിജയം കൈവരിക്കുന്നു അല്ലെങ്കിൽ കൈവരിക്കുവാൻ കഴിയും എന്നുള്ളത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ടും നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഈ വചനപ്രകാരം ഓരോ വിശ്വാസിക്കും യുദ്ധം ഉണ്ടെന്നും ആ യുദ്ധം സ്വന്തം വീട്ടുകാരോടോ അയൽവക്കത്തുള്ളവരോടോ നാട്ടുകാരോടോ അല്ലെന്നും അവരിൽ കൂടി സാത്താൻ പോരാടുമെന്നും അവരിൽ വ്യാപരിച്ച് സാത്താൻ ചെയ്യുന്ന തീയമ്പുകളെ വിശ്വാസം എന്ന പരിചയ കൊണ്ട് നേരിടണമെന്നും ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഈ യുദ്ധത്തിൽ മനുഷ്യന്റെ ഒരായുധവും ഫലിക്കുകയില്ല. ദൈവത്തിന്റെ സർവായുധവർഗമാണ് ധരിക്കേണ്ടത്. 1 സത്യം, 2 നീതി, സമാധാന സുവിശേഷം, 4 വിശ്വാസം, 5 ദൈവവചനം, രക്ഷ. അടുത്തതായി ഇവയെല്ലാം ഒന്നിച്ച് ചേർത്തുകൊണ്ടുള്ള പ്രാർത്ഥന. ഇവ മുഖാന്തരമേ ഒരു വിശ്വാസിക്ക് സാത്താനെ ജയിപ്പാൻ കഴിയുകയുള്ളൂ. 19-ാം സങ്കീർത്തനം 1-ാം വാക്യം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലെ പ്രസിദ്ധമാക്കും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അടങ്ങിയ ആകാശവിധാനം ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തെ സകല മനുഷ്യരും സ്തുതിപ്പാൻ കാരണമുണ്ട്. സർവശക്തനായ ദൈവം സൃഷ്ടിച്ച സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മനുഷ്യവർഗം, സകല ചരാചരങ്ങൾ ഇവയൊന്നും സർവശക്തനായ ദൈവത്തിന്റെ തേജസ്സോടു കൂടിയ മുഖം നേരിട്ട് കാണാതിരിപ്പാൻ ആകാശം കൊണ്ട് മറ പിരിച്ചിരിക്കുകയാണ് ദൈവം. നേരിട്ട് കണ്ടാൽ പിന്നെ ജീവിച്ചിരിപ്പാൻ കഴിയുന്നതല്ല. അല്പസമയം ആകാശം മാറിപ്പോകുന്നതിന്റെ സംഭവം നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം
പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും, ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാട്ടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്കും നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. 6-ാം മുദ്ര പൊട്ടിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ കാണുന്നത് പ്രകാരം 1-ാം മുദ്ര പൊട്ടിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിനു ശേഷം എതിർക്രിസ്തുവിന്റെ ഭരണകാലം തുടങ്ങിയത് മുതൽ 15 മാസം കഴിഞ്ഞു നടക്കുന്ന സംഭവമാണ്. പുസ്തകച്ചുരുൾ ചുരുട്ടുന്നത് പോലെ ആകാശം മാറിപ്പോകുന്നതിനാൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതിരിപ്പാനും കുഞ്ഞാട്ടിന്റെ കോപം തട്ടാതിരിപ്പാനും മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്ന് പറയുന്ന അതിഭയങ്കരമായ ദയനീയ അവസ്ഥയാണ് ഈ സമയം നടക്കുന്നത്. ഇങ്ങനെ പറയുന്നവരെ ശ്രദ്ധിച്ചാൽ ഈ ഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒത്തൊരുമ അഥവാ യൂണിയൻ കാണാം. ഈ യൂണിയനിൽപ്പെട്ടവർ രാജാക്കന്മാർ, മഹത്തുക്കൾ, സഹസ്രാധിപന്മാർ, ധനവാന്മാർ, ബലവാന്മാർ, സകലദാസനും സ്വതന്ത്രനും ഉൾപ്പെട്ട സംഘമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഇങ്ങനെ ഒരു യൂണിയൻ ഈ ഭൂമിയിൽ കാണുകയില്ല. ഇന്ന് പല യൂണിയനുകളായി നിൽക്കുന്ന ഈ കൂട്ടർ കർത്താവായ യേശുവിനെ തള്ളിക്കളഞ്ഞ് തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും യാത്ര ചെയ്ത് മലകളിലും പാറകളിലും ദൈവമുണ്ടെന്ന് പറഞ്ഞ് അലഞ്ഞു നടക്കുമ്പോൾ അവർ സേവിച്ചു വന്ന മലകളോടും പാറകളോടും ഞങ്ങളെ കൊല്ലുവിൻ എന്ന് പറയുന്ന സന്ദർഭം എത്രയോ പരിതാപകരവും ചിന്തിപ്പാൻ പോലും പ്രയാസവും ആണ്. ഇതിൽ നിന്നും ഒഴിവുള്ളവരാകുവാൻ ഇന്നും യേശു ക്രിസ്തു ലോകത്തിലുള്ള സർവ്വജനത്തിനും അവസരം നൽകുന്നു. പാപിയായ മനുഷ്യന് നേരിട്ട് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നതല്ല എന്നുള്ള വാസ്തവം നാം മുകളിൽ കണ്ട വാക്യത്തിൽ കൂടി മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് സർവശക്തനായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ മനുഷ്യനായി ലോകത്തിലേക്ക് അയച്ചതും സകല മനുഷ്യർക്കുള്ള രക്ഷ കാൽവരി ക്രൂശിലെ ക്രൂശ് മരണത്തിൽ കൂടി ഒരുക്കിയതും. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയുടെ ആകാശത്തിലെ വാഴ്ചയുടെ അവസാന ഘട്ടമാണ് മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പവും അവന്റെ ദൂതന്മാരുമായുള്ള യുദ്ധം. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് പോലെ ആകാശത്തിൽ നടക്കുന്ന യുദ്ധവും 21 മാസം മുമ്പ് പ്രഖ്യാപിച്ചതാണ്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ സ്വർഗത്തിൽ ഉണ്ടായ മൗനതയാണ് ഇത്. സർവശക്തനായ ദൈവം നീതിമാനാകിയാൽ യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുവാൻ സാത്താനും സമയം അനുവദിച്ചു കൊടുക്കുകയാണ്. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ആകാശത്തു നിന്ന് സാത്താനെയും അവന്റെ ദൂതന്മാരെയും ഭൂമിയിലേക്ക് തള്ളിക്കളയുക മാത്രമല്ല അവരുടെ സ്ഥലം കൂടി കാണാതാവുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും എന്നത്. ലോകത്തിൽ എവിടെ യുദ്ധമുണ്ടായ സ്ഥലം അവിടെ കാണാം. ആകാശത്തിലെ യുദ്ധത്തിൽ ആകാശമണ്ഡലത്തിൽ സാത്താൻ വസിച്ചിരുന്ന സ്ഥലവും നശിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ടു കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമല്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു.
കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും സാത്താനെ ജയിച്ചവർ ഇപ്പോൾ സ്വർഗത്തിലാണ്. എതിർക്രിസ്തുവിന്റെ ഭരണസമയത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭ മധ്യാകാശത്തിലാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പുസ്തകച്ചുരുൾ ചുരുട്ടുന്നത് പോലെ ആകാശം മാറിപ്പോയി. ഈ സമയം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യപ്രകാരം യേശുക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ടും ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിനു ശേഷം 15 മാസം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നതിനാലും സഭ സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. സ്വർഗവും അതിൽ വസിക്കുന്നവരും ആനന്ദിക്കുമ്പോൾ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. സ്വർഗത്തിൽ നിന്നും യേശുക്രിസ്തു ഇറങ്ങി വന്നത് മനുഷ്യരെ രക്ഷിപ്പാനാണ്. ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വീണ സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ്, അഥവാ 3.5 വർഷമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി മഹാക്രോധത്തോടെ ഭൂമിയിൽ പ്രവർത്തിക്കുകയാണ്. എന്തിനാണ് ദൈവം ഭൂമിയിൽ 3.5 വർഷം സാത്താന് കൊടുക്കുന്നത്? സർവശക്തനായ ദൈവത്തിന്റെ നീതിയും പ്രകാരം യേശുക്രിസ്തു 3.5 വർഷം ഈ ഭൂമിയിൽ പരസ്യ ശുശ്രൂഷ ചെയ്തു. 3.5 വർഷം സാത്താനും പരസ്യമായി പ്രവർത്തിപ്പാൻ ദൈവം അവസരം കൊടുക്കുന്നു. യേശുക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ ആകാശം പിളർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നത് മുതൽ ക്രൂശിൽ മരിച്ചതുവരെയുള്ള 3.5 വർഷത്തിന്റെ കണക്കിൻ പ്രകാരവും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം പ്രകാരം കടൽപ്പുറത്ത് നിൽക്കുന്ന മഹാസർപ്പത്തിനും വെളിപ്പാട് 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ സമുദ്രത്തിൽ നിന്നും മൃഗം കയറി വരുന്ന ദിവസം മുതൽ 3.5 വർഷം സാത്താനും ദൈവം അവസരം നൽകുന്നു. ആകാശത്തിൽ തോറ്റ മഹാസർപ്പം ഈ 3 വർഷക്കാലത്തെ ഭൂമിയിലെ ഭരണത്തിനും തോൽക്കുകയാണ്. തന്നെ ഭൂമിയിലേക്ക് തള്ളി എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ, അഥവാ ഇസ്രായേൽ ജനതയെ പരസ്യമായി ഉപദ്രവിക്കുകയാണ്. മഹാസർപ്പം ആദ്യമായി ഇസ്രായേൽ ജനതയെ ഉപദ്രവിക്കുന്നത് വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാഴിച്ചുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 15-16 വാക്യങ്ങൾ. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. എന്തുകൊണ്ടാണ് സാത്താൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? അതിന് കാരണമുണ്ട്. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഗലീലയിലെ കനാവിൽ നടന്ന കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി അടയാളങ്ങളുടെ ആരംഭം കുറിച്ചതുപോലെ സാത്താനും വെള്ളം ഉപയോഗിച്ച് മഹത്വമെടുക്കാമെന്ന് തുനിഞ്ഞതാണ്. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഭൂമി പോലും സാത്താനും വിരോധമായിട്ട് നിൽക്കുന്നു. ഭൂമി ദേവനാണെന്നും ഭൂമിയിലുള്ള പലതിനെയും ദേവനാണെന്നും പറഞ്ഞു നടക്കുന്ന കൂട്ടർ സാത്താനെ ആരാധിക്കുകയാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്കോ പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. ഈ സ്ത്രീക്ക് തന്റേതെന്ന് പറയുവാൻ അവകാശമുള്ള ഒരു സ്ഥലമുണ്ട്. അതാണ് പുറപ്പാട് പുസ്തകം 3:8 കാണുന്ന പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 31 ഞാൻ നിന്റെ ദേശം ചെങ്കടൽ തുടങ്ങി ഫെലിസ്ത്യരുടെ കടൽ വരെയും മരുഭൂമി തുടങ്ങി നദി വരെയും ആക്കും. ക്രിസ്തുവിനെ അറിയാതിരുന്ന കാരണത്താൽ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആദ്യത്തെ 42 മാസത്തെ ഭരണം മൂലം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം മുതൽ 11-ാം അധ്യായം 14-ാം വാക്യം വരെ ഉണ്ടായ കഷ്ടങ്ങളാൽ സമാധാനം ഇല്ലായ്മ തുടങ്ങി എല്ലാ നിലയിലും മരുഭൂമിയായി തീർന്ന ഇസ്രായേൽ രാജ്യത്തിലേക്ക് സകല യഹൂദനെയും സകല രാജ്യങ്ങളിൽ നിന്നും പറപ്പിച്ച് ഇസ്രായേൽ എത്തിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതവുമായി സ്വീകരിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് വിശുദ്ധിയോടെ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്ന വിശുദ്ധന്മാർ എത്രയോ ഭാഗ്യമുള്ളവർ. നാം ഒരുങ്ങുകയും അനേകരെ ഈ ഭാഗ്യാവസ്ഥയിലേക്ക് ഒരുക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.